ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന ജോൺ ഡന്നയുടെ നെക്സ്റ്റ് കവിതയാണ്. ഇതിൽ ബേസിക് തീം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വാലഡിക്ഷൻ അതായത് ഒരു ഫെയർവെൽ സ്പീച്ചാണ് ഈ ഒരു വാലഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ ട്രാവൽ ടു ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോയിട്ട് ട്രാവൽ ചെയ്യുന്നത്? ഡിപ്ലോമാറ്റിക് മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ട്രാവലിൻ്റെ കാര്യം വൈഫിനോട് പറയുന്ന ഒരു രംഗമാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രവാസികൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അവരുടെ ഭാര്യമാർ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ആ ഒരു ഭർത്താവിനെ വിട്ടു നിൽക്കുന്നതിനുള്ള സങ്കടം പൊതുവെ ഭാര്യമാർക്ക് ഉണ്ടാവാറുണ്ട്. ആ ഒരു രീതിയിൽ പോയിട്ട് ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ട്രാവലിൻ്റെ ആ ഒരു കാര്യം വൈഫിനോട് പറയുമ്പോൾ വൈഫ് സ്വാഭാവികമായിട്ടും സെഡാവും. അപ്പോൾ വൈഫിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തുള്ള കൺസോളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, ഒരു നല്ല മനുഷ്യൻ അവൻ മരിക്കുന്നത് വളരെ സോഫ്റ്റായിട്ടാണെന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ്ലി ആയിട്ടാണ് ആ ഒരു മനുഷ്യൻ മരിക്കുന്നത്. ആരും അറിയാതെയാണ് അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ആത്മാവ് വിട്ടുപോയ ശരീരം കണ്ടാൽ ചിലർ പറയും അത് മരിച്ചെന്ന്, എന്നാൽ ചിലർ പറയും അത് മരിച്ചിട്ടില്ല. ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നേരെ മറിച്ച് ആരുടെ മരണത്തിലാണ് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ, ഒരു നല്ല ഒരാൾ മരിച്ചാലാണ് എന്താകുന്നത്, ഇങ്ങനെ ചില ആൾക്കാർ പറയും ഓ മരിച്ചു കഴിഞ്ഞെന്ന്, ചില ആൾക്കാർ പറയും മരിച്ചിട്ടില്ല. അത്രക്കും കൺഫ്യൂഷൻ. കാരണം വെച്ചാൽ നല്ലൊരാൾ മരിച്ചാൽ ആ രീതിയിലാണ് ആളുകളുടെ മൈൻഡിലേക്ക് അത് വന്നു ചേരുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഓതർ പറയാണ്, ഒരു നല്ല മനുഷ്യനായിട്ടാണ് നീ എന്നെ കണ്ടതെങ്കിൽ, ഭാര്യയോട് പറയാ, നീ കരയുമായിരുന്നു. ആ ഒരു കണ്ണുനീര് വെള്ളപ്പൊക്കം ഉണ്ടാക്കൂല. നിൻ്റെ ശ്വാസം എന്താക്കൂല, നിൻ്റെ ബ്രീത്ത് ഒരു കപ്പലിന് എന്താക്കൂല, ഒരു കപ്പലൊന്നും നിൻ്റെ ആ ഒരു ശ്വാസം കൊണ്ട് മുങ്ങൂല. പിന്നെ ഫെയർ ഓഫ് ലവ് കൊണ്ട് എന്താവില്ല, അതുകൊണ്ടുണ്ടാകുന്ന ചൂടുണ്ടല്ലോ എൻ്റെ ഞരമ്പുകളിൽ മാത്രമേ ബാധിക്കുള്ളൂ. ആ ഒരു ചൂടെന്താക്കൂല, പ്ലാഗ് രോഗം ഉണ്ടാക്കൂല. ആ ഒരു പ്ലാഗ് രോഗം കൊണ്ട് ആരും ഇറ്റ് മരിക്കുകയില്ല. ഓതർ പറയാണ് കേട്ടോ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ലവേഴ്സ് തമ്മിൽ പല കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പലതരത്തിലുണ്ടാവാറുണ്ട്. ആ ഒരു മോഡൽ എന്താക്കൂല, നമ്മൾ കലഹിക്കൂല. കാരണം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് ഹെവന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ലവേഴ്സിനെ പോലെ നമ്മൾ കലഹിക്കൂല എന്ന് പോയിട്ട് പറയുന്നുണ്ട്. പിന്നെ പോയിട്ട് പറയാണ്, ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നത് സബ്മിനറിയാണ്. സബ്മിനറി മീൻസ് സെക്സ്. പക്ഷേങ്കിൽ നമ്മളെ ആ ഒരു ലവ് എന്ന് പറയുന്നത് അത് സോളിലുള്ള ലവാണ്, ആത്മാവിലുള്ള ബന്ധമാണ്. പിന്നെ പറയാണ്, നമ്മൾ തമ്മിൽ നല്ല ബോണ്ടുണ്ട്. പക്ഷേങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും ആ ഒരു മെൻ്റലി ആയ ബോണ്ട് എന്തുണ്ട്, നമുക്കുണ്ട്. നമ്മുടെ ശരീരം എത്ര തന്നെ അകന്നാലും ആ ഒരു ബോണ്ടിന് ഒരു കുഴപ്പവും സംഭവിക്കൂല എന്നാണ് എന്താക്കുന്നത് പോയിട്ട് പറയുന്നത്. എത്ര ദൂരെ നമ്മൾ പോയാലും ഈ ഒരു ബോണ്ട് പൊട്ടിപ്പോവില്ല. ആ ഒരു കണക്ഷൻ ഒരിക്കലും എന്തായി പോവില്ല, ബ്രോക്കായി പോവില്ല. ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രണയത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ ഈ ഒരു പ്രണയം എത്ര ദൂരത്തായാലും അത് കവർ ചെയ്യും. എന്ന് വെച്ചാൽ അത് നമ്മളെ സ്നേഹം ഒട്ടും കുറക്കാൻ എന്താക്കൂല, ഈ ഒരു ഡിസ്റ്റൻസിന് കഴിയൂല. അതിന് ഉദാഹരണം പോയിട്ട് പറയുന്നത് വെച്ചാൽ, ഈ ഒരു സ്വർണം എന്നുള്ളത് എത്ര അടിച്ചാലും അത് പൊട്ടൂല, അത് പരക്കുക മാത്രമേ ഉള്ളൂ. ആ ഒരു സ്വർണത്തിൻ്റെ ആ ഒരു മൂല്യം എത്ര അടിച്ചു പരത്തിയാലും അതിൻ്റെ മൂല്യം കൂടുകയുള്ളൂ. അതും കൂടി നമ്മൾ എന്താക്കണം, ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ പോയിട്ട് പറയാണ്, നിന്നിലും എന്നിലും ഒരു സോളുണ്ട്, ഒരു ആത്മാവുണ്ട്. ആ രണ്ട് സോളുണ്ടല്ലോ, അത് തമ്മിലൊരു ബോണ്ടുണ്ട്. അതിനെ പിന്നെ ഈ ഒരു പോയിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു കോമ്പസുമായിട്ടാണ്. ഒരു കോമ്പസ് എന്ന് വെച്ചാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. അതിലൊരു വശം ചലിക്കണമെങ്കിൽ ഈ ഒരു വശത്തിൻ്റെ സപ്പോർട്ട് വേണം. ഈ ഒരു വശം മൂവ് ചെയ്തു കൊടുത്താലേ മറ്റേ വശം മൂവ് ആവുകയുള്ളൂ. ആ രീതിയിൽ പോയിട്ട് ഈ ഒരു പ്രണയത്തെ കമ്പയർ ചെയ്യുന്നത് കോമ്പസുമായിട്ടാണ്. പിന്നെ പോയിട്ട് പറയുകയാണ്, മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ. അവർ കരയുമ്പോൾ എന്താക്കേണ്ട, നീ കരയേണ്ട. കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പോയിട്ട് പറഞ്ഞിട്ട് എന്താക്കുകയാണ്, ഈ ഒരു പോയം പോയിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്രയാണ് പറയാനുള്ളത് ഗൈസ്. താങ്ക് യു ഓൾ.